ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അടുക്കളയിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ കിച്ചണിലെ സിങ്ക് ബ്ലോക്കായി കഴിഞ്ഞാൽ, നമ്മുടെ ബേസിൻ സിങ്കില്ലേ, അത് ബ്ലോക്കായി കഴിഞ്ഞാൽ അങ്ങനെ എളുപ്പത്തിൽ ആ ഒരു ബ്ലോക്കൊക്കെ മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കിച്ചൺ ബേസിനും അതുപോലെ തന്നെ ബേസിനിലെ പൈപ്പും എങ്ങനെ നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്ന പോലെ ക്ലീനാക്കി എടുക്കാം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ. പിന്നെ വെച്ചാൽ ഇതിൽ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ഒരു കിച്ചൺ സിങ്ക് ബ്ലോക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വേസ്റ്റൊക്കെ എടുത്ത് മാറ്റുക. അതായത് നമ്മുടെ ആ ഒരു കിച്ചൺ ബേസിനിലെ ആ ഒരു വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, ഇത് ആ വെള്ളത്തിൽ കിടക്കുന്ന, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം നമ്മുടെ ആ ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളം കൂടി ഒന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബേസിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലോക്ക് എങ്ങനെ എളുപ്പത്തിൽ മാറ്റാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കെറ്റലിൽ വെള്ളം ചൂടാക്കിയതാണ്. അപ്പം നമ്മൾ വെള്ളം ചൂടാക്കുന്ന സമയത്ത് തിളച്ച വെള്ളമൊന്നും ഡയറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പൈപ്പിനൊക്കെ അത് ബാധിക്കും. അതായത് പ്ലാസ്റ്റിക് അല്ലേ, അപ്പം ഉരുകാനുള്ള ചാൻസൊക്കെ ഉണ്ട് തിളച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഒരു മിതമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പൈപ്പിലൊക്കെ പിടിച്ചിരിക്കുന്ന എണ്ണയൊക്കെ ഉണ്ടാവില്ല. അതായത് നമ്മുടെ ആ ഒരു ഫ്രൈ പാനിലായാലും എന്തിലൊക്കെ നമ്മൾ എണ്ണയൊക്കെ ആക്കിയിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എണ്ണയൊക്കെ ആ ഒരു പൈപ്പിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് ചെയ്തു കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് കപ്ലിങ്ങിൻ്റെ മുകളിലായിട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാമാണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു 50 ഗ്രാമോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 1/4 കപ്പോളം ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വൈറ്റ് വിനീഗറാണ്. അപ്പോൾ നമ്മുടെ വിനാഗിരി ഇല്ലേ, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം വിനീഗർ ഒഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പതയൊക്കെ വരും. അപ്പം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതാണ്. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്കിതൊരു 1/2-3/4 മണിക്കൂറോളം ഇതങ്ങനെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. 1/2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, കാരണം എന്നാൽ മാത്രമേ നല്ല രീതിയിൽ അത് വർക്കാകത്തുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ ഈ ഒരു 1/2 മണിക്കൂറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ബേസിന് വെള്ളം പാത്രമൊക്കെ കഴുകാണ്ടിരിക്കുക. കാരണം വെള്ളം ആയിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പം നമ്മൾ വിചാരിച്ചത്ര നല്ല രീതിയിൽ ബ്ലോക്ക് പോകത്തില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ ഒരു സമയം തന്നെ നമുക്ക് നമ്മുടെ ഒരു കിച്ചൺ ബേസിനും അതുപോലെ തന്നെ പ്ലേറ്റ്സൊക്കെ നമ്മൾ കഴുകിയപാട് വൃത്തിയാക്കിയിട്ട് വെക്കത്തില്ലേ, ഈ ഒരു ഭാഗവും നമുക്ക് ക്ലീൻ ആക്കി എടുക്കുക. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ അഴുക്ക് നിൽക്കാറ്. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു പാത്രമൊക്കെ കഴുകിയിട്ട് ഇവിടെ വാർക്കാൻ വെക്കും വെള്ളം. അപ്പം ഈ ഒരു സമയത്ത് വെള്ളം ഇതിലിങ്ങനെ കിടന്നിട്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഒരു മിനുസും അതുപോലെ തന്നെ വഴുവഴുക്കൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ അതൊക്കെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ബേസിനും അതുപോലെ തന്നെ പൈപ്പും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ബാത്റൂമിലെയും അതുപോലെ തന്നെ സ്റ്റീൽ പൈപ്പൊക്കെ ക്ലീൻ ആക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെട്ടി തിളങ്ങും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡാണ്. അപ്പോൾ അതും ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വിനാഗിരി ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഏറ്റവും നല്ല ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാരങ്ങയില്ലേ, ചെറുനാരങ്ങ. അപ്പം ഞാനിവിടെ ഒരു 1/2 ലെമണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, നല്ല രീതിയിൽ പിഴിഞ്ഞാക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പതയൊക്കെ വന്നിട്ട് നല്ലൊരു ക്രീം പരുവത്തിലാവും. അപ്പം നമ്മൾ ഈ ഒരു ചെറുനാരങ്ങയുടെ തൊലി കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് നമ്മുടെ ഒരു സ്റ്റീൽ പൈപ്പില്ലേ ബേസിൻ്റെ, അത് ക്ലീൻ ആക്കുന്ന സമയത്ത് ഉപകാരപ്പെടും. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് ഇടൽ ഏറ്റവും നല്ലതാണ്. കാരണം പലർക്കും, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷൂ ക്ലീൻ ആക്കുന്നത്. അപ്പം പലർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നല്ല രീതിയിൽ വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് സോഡയൊക്കെ ചിലർക്ക് പറ്റില്ല, കൈക്ക് അലർജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം.
അങ്ങനെ നമ്മൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ല പതഞ്ഞിട്ട് ഒരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇനി ഞാനിവിടെ നമ്മുടെ ഒരു കിച്ചൺ സ്പോഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പോഞ്ച് എടുത്തിട്ട് അതിൻ്റെ ഒരു ഹാർഡായിട്ടുള്ള ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഈ ഒരു സ്പോഞ്ച് പോലത്തെ നമുക്കിതിൽ ആവശ്യമില്ല. അപ്പോൾ ഞാനത് ഒന്ന് റിമൂവ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ബേസിനും അതുപോലെ തന്നെ പ്ലേറ്റ്സൊക്കെ വെക്കുന്ന ഭാഗം നല്ല രീതിയിലൊന്ന് ഉരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബേസിനൊക്കെ ഇതുപോലെ ഉരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൈപ്പ് എങ്ങനെയാണെന്ന് ക്ലീൻ ആക്കാൻ നോക്കാം. ഇത് ഞാനിവിടെ കിച്ചണിലെ പൈപ്പ് മാത്രമല്ല, നമുക്ക് ബാത്റൂമിലെ പൈപ്പൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ആ ഒരു ബൗളിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമ്മുടെ ആ ഒരു നേരത്തെ മാറ്റി വെച്ച തൊലിയില്ലേ, നാരങ്ങൻ്റെ തൊലി, അതാണ് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഉരച്ചിട്ട് ഒരു 15 മിനിറ്റോളം വെച്ച് കൊടുത്താൽ മതി. നല്ല റിസൾട്ടാണ്, നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എനിക്ക് ഫീഡ്ബാക്ക് പറയാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ പൈപ്പൊക്കെ ഉരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു തൊലി കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു ബേസിനും ഒന്ന് ഉരച്ചു കൊടുക്കുക. നാരങ്ങ എപ്പോഴും നല്ലതാണ്, നമ്മൾ നാരങ്ങ ഡെയിലി യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം നാരങ്ങൻ്റെ തൊലിയൊക്കെ നമുക്ക് ബേക്കിംഗ് സോഡ തന്നെ വേണമെന്നില്ല, നാരങ്ങൻ്റെ തൊലിയൊക്കെ ഇതുപോലെ പൈപ്പിനൊക്കെ ഇടയ്ക്ക് ഉരച്ചു കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൈപ്പും ബേസിനൊക്കെ ഒന്ന് കഴുകി കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കിട്ടും. അപ്പം നമ്മൾ നാരങ്ങൻ്റെ തൊലി കളയാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ കുഞ്ഞു ടിപ്സൊക്കെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കാം. നല്ല റിസൾട്ടാണ്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ നമ്മുടെ കെറ്റലിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മിതമായ ചൂടുവെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ നമ്മുടെ ഒരു സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വേസ്റ്റ് കപ്ലിങ്സ് ഉണ്ടെങ്കിൽ അതൊന്നും എടുത്ത് മാറ്റി കൊടുക്കുക. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ വെള്ളമൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ പോയിക്കോളും. എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു വേസ്റ്റ് കപ്ലിങ്സിൽ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം പോകാണ്ട് നിൽക്കും. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ബേസിനും അതുപോലെ തന്നെ നമ്മുടെ ആ പ്ലേറ്റ്സൊക്കെ വെക്കുന്ന ഭാഗമൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഉരക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരു ബേസിലെ അഴുക്കൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഒരു വേസ്റ്റ് കപ്ലിങ്സും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിൽ അഴുക്കും അതുപോലെ എണ്ണയൊക്കെ പിടിച്ചിരുന്നാൽ നമ്മൾ ആ ഒരു വെള്ളം നല്ല രീതിയിൽ പോയി കിട്ടില്ല. അപ്പം അതും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനിട്ട് കൊടുത്തത് ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയുമാണ്. അപ്പം ആ ഒരു വിനാഗിരിയും കൂടി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ടൂത്ത് ബ്രഷ് ഇല്ലേ, അതെടുത്തിട്ട് നല്ലവണ്ണം ഇതുപോലൊന്ന് ഉരച്ചു കൊടുക്കാം. അപ്പോൾ ഉരയ്ക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ അഴുക്ക് പോകുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഉരച്ചു കൊടുക്കുക. അത് കുറേ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ വെളുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു അഴുക്കൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലൊന്ന് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക. കാരണം നമ്മൾ ആ ഒരു സ്പോഞ്ചിൻ്റെ പിറകു വശം കൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോയി കിട്ടില്ല. ടൂത്ത് ബ്രഷ് ആകുമ്പം ആ ഒരു ഇടയിലൊക്കെ പോയിട്ട് അഴുക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് കളയാൻ കഴിയും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ബേസിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അടപ്പിലുള്ള പാത്രം വെക്കുക. ഇങ്ങനെ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചാലും ഇപ്പോൾ നമ്മളൊരു ഉള്ളി മുറിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൻ്റെ വേസ്റ്റ് ആയാലും അതുപോലെ ഫുഡ് കഴിച്ചാൽ ഫുഡിൻ്റെ ബാക്കി വേസ്റ്റ് ആയാലും നമ്മൾ ഒരാൾ നേരെ ബേസിലേക്ക് പാത്രം കഴിയുമ്പോൾ തട്ടേ ചെയ്യലുണ്ടാവില്ല. അപ്പം അത് ഒന്ന് ബ്ലോക്ക് ആകാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ ചെയ്യുമ്പം. പിന്നെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാലും അതുപോലെ ഉള്ളി തക്കാളിയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ തൊട്ടടുത്തൊരു പാത്രം വെച്ചിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഇടാം. ആ പാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ചെടിക്കൊക്കെ പോയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് ചെടിക്കും ഒരു നല്ലൊരു വളമാവും. അതുപോലെ തന്നെ നമ്മളെ ഒരു ബേസും ബ്ലോക്ക് ആകത്തുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഒരു എണ്ണയിൽ പലഹാരമൊക്കെ ഫ്രൈ ചെയ്യില്ലേ, അപ്പം നമ്മൾ ബാക്കി വരുന്ന എണ്ണ എന്ത് ചെയ്യും, എണ്ണ ചീത്തയായാലും അല്ലെങ്കിൽ നമ്മൾ ബാക്കി വരുന്ന എണ്ണയൊക്കെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എണ്ണ സൂക്ഷിക്കാറൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ബാക്കി വന്ന എണ്ണ ഒരാൾ നേരെ ഡയറക്റ്റ് ബേസിലേക്കാണ് മറിക്കാറ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പൈപ്പിൻ്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു എണ്ണ പിടിച്ചിട്ട് അതും ബ്ലോക്ക് ആകാനുള്ള രണ്ടാമത്തെ ഒരു ചാൻസാണ്. അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഒരു ബ്ലോക്കിന് ഇല്ലാതാവും. ഇങ്ങനെ ബ്ലോക്കായിട്ട് വെള്ളം പോകാണ്ടിരിക്കുക, അത് ഭയങ്കര ഇതാണ്, സ്മെല്ല് വരുത്തുന്നുണ്ട് ഒരാൾക്ക് ഇങ്ങനെ ആകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ മാസത്തിലായാലും 2 മാസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ ബേസിനെപ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക. ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ ഒരു ബ്ലോക്ക് അതുപോലെ തന്നെ നല്ല രീതിയിൽ ബേസിൻ ക്ലീൻ ആവും. ഇനി നമുക്ക് നമ്മുടെ ബേസിനും അതുപോലെ തന്നെ ഒന്ന് കൈക്ക് വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ ബേസിൻ്റെ പണി ഇവിടെ ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും എത്രത്തോളം സ്പീഡിലാണ് നമ്മളെ വെള്ളം അതിലൂടെ പോകുന്നതെന്ന്, സിങ്കിലൂടെ. അപ്പം ബ്ലോക്കൊക്കെ മാറിയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. നല്ലൊരു സംഭവമാണ്, റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ആക്കി നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ബാത്റൂമിലെ പൈപ്പ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, സ്റ്റീൽ പൈപ്പ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ നമ്മുടെ ബേസിലുള്ള പൈപ്പ് കാണിച്ചുകൊണ്ട് വേണ്ടാന്ന് വെച്ചേന്ന്. വീഡിയോ ലെങ്താന്ന് അല്ലാണ്ട് 2 സെയിം മെത്തേഡാണ്. അപ്പം വെറുതെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഞാൻ നമ്മുടെ ബേസിലുള്ള പൈപ്പ് എങ്ങനെയാണോ ക്ലീൻ ചെയ്ത് ആ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബേസിനും പൈപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ആക്കി നോക്കുക. ട്രൈ ആക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഫീഡ്ബാക്ക് പറയട്ടോ. അതുപോലെ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പ്ലംബറിനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ സ്മെല്ല് ഉണ്ടെങ്കിൽ നമ്മുടെ ബേസിൽ സ്മെല്ല് വരുന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബേസിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലൊരു പാത്രം വെക്കുക. ഇങ്ങനെ വെക്കുന്നത് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് നമ്മുടെ ആ ഒരു ബേസിൽ പോകുമ്പോൾ നല്ല കൂടുതലായിട്ടും ബ്ലോക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കിതുപോലെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ഭൂരിഭാഗം പ്രശ്നങ്ങളും നമ്മുടെ ബേസിനെ സംബന്ധിച്ച് സിങ്കിനെ സംബന്ധിച്ച് പ്രശ്നങ്ങളും ഇല്ലാണ്ടാവും. അതായത് ബ്ലോക്ക് ആകുക, അതുപോലെ സ്മെല്ല് വരിക, അങ്ങനത്തെ എല്ലാ മുക്കാൽ പ്രശ്നങ്ങളും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ തീരും. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കാം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എനിക്ക് ഫീഡ്ബാക്ക് പറയാം. നല്ല രീതിയിൽ തന്നെ ഇപ്പം വെള്ളം പോകുന്നുണ്ട്, അങ്ങനെ കെട്ടി നിൽക്കുന്നു, അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.